ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ നവാക്ഷരി ചക്രത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, വഞ്ചന വിട്ട് ഈ ചക്രം അർച്ചിച്ചിടുന്നവർക്ക് ഉൾത്തുമ്പങ്ങൾ എന്തിനേയും മാറ്റും ഈ ചക്രം വേഗം. ദുഷ്ടരെ തടവിലാക്കും രാജാവുമോടി വന്നി ചക്രത്തിനെ ഭജിക്കും താപത്തെ മാറ്റുവാനായി. രാജാവ് പോലും ഈ നവാക്ഷരി ചക്രത്തെ ഭജിക്കുന്നു എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അപ്പോൾ സാധാരണക്കാർ മാത്രമല്ല, ഏറ്റവും ഉന്നതരായ രാജാക്കന്മാർ പോലും ഈ നവാക്ഷരി ചക്ര സാധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. എങ്ങനെ വേണം ആരാധിക്കാൻ? വഞ്ചന വിട്ട് ഈ ചക്രമർച്ചിച്ചിടൂ. മനസ്സിൽ യാതൊരു കന്മഷതയുമില്ലാതെ, മനസ്സിൽ യാതൊരുവിധ ദുഷ്ടചിന്തകളുമില്ലാതെ, മനസ്സ് വിശുദ്ധമായ ഒരവസ്ഥയിൽ ഈ ചക്രത്തെ ആരാധിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനവിശുദ്ധി ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ മനവിശുദ്ധിയോടെ മാത്രമേ ഈ ചക്രത്തെ ആരാധിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ ആരാധന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ആരാധിച്ചാൽ തുമ്പങ്ങൾ എന്തിനേയും മാറ്റും. ഈ ചക്രം ഈ നവാക്ഷരി ചക്രം എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്നതാണ്. പിന്നെ ദുഷ്ടരെ തടവിലാക്കുന്ന രാജാവ്, ദുഷ്ടന്മാരെ തടവിലാക്കുന്ന രാജാവും ഓടി വന്ന് ഈ ചക്രത്തിനെ ഭജിക്കും താപത്തെ മാറ്റുവാനായി. എല്ലാ താപങ്ങളെയും മാറ്റുവാൻ വേണ്ടി, എല്ലാ ദുഃഖങ്ങളെയും പ്രതിബന്ധങ്ങളെയും മാറ്റുവാൻ വേണ്ടി രാജാവ് പോലും ഈ നവാക്ഷരി ചക്രത്തെ ആരാധിക്കുന്നു. ഇനി നോക്കൂ, സിദ്ധിക്കും ഈശ്വരൻ്റെ ദർശനം പൊന്നുളി പോൽ. മുക്തിപ്രഭൻ ശിവൻ്റെ കാരുണ്യവും ഭവിക്കും. ശുദ്ധിയോടെ ഈ നവാക്ഷരി ചക്രസേവ ചെയ്താൽ പൃഥ്വിയിൽ ജീവരാശി തന്നോട് ഇണങ്ങി നിൽക്കും. ജീവരാശി തന്നോട് ഇണങ്ങി നിൽക്കും ഈ നവാക്ഷരി ചക്ര പൂജ ചെയ്താൽ എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. നമുക്കിപ്പോൾ ശത്രുക്കൾ ധാരാളമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രതിബന്ധങ്ങൾ ഒട്ടേറെയുണ്ട്. ഈ പ്രതിബന്ധങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി, ഈ ശത്രുക്കളെയെല്ലാം മിത്രങ്ങളാക്കാൻ വേണ്ടി നവാക്ഷരി മന്ത്ര സാധനയ്ക്ക് കഴിയും. അതായത് ശത്രുമിത്രഭാവങ്ങളെല്ലാം എവിടെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ തന്നെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. പ്രതിബന്ധങ്ങളും നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സ് പരിശുദ്ധമാക്കി ഈ നവാക്ഷരി ചക്ര സാധന ചെയ്താൽ തീർച്ചയായിട്ടും ശത്രുക്കളെ ഉണ്ടാകില്ല, പിന്നെ അതുപോലെ പ്രതിബന്ധങ്ങളെ ഉണ്ടാകില്ല. പ്രതിബന്ധങ്ങൾ അനുകൂലങ്ങളായി മാറുകയും ശത്രുക്കൾ മിത്രങ്ങളായി തീരുകയും ചെയ്യും. മാത്രമല്ല, സിദ്ധിക്കും ഈശ്വരൻ്റെ ദർശനം പൊന്നുളി പോലെ പൊൻപ്രകാശം പോലെ അത് ആ ദേവി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു പ്രകാശമായി, ഒരു പ്രേമപ്രകാശമായി ഈ നവാക്ഷരി ചക്രം നമ്മുടെ മുമ്പിൽ വരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഈ നവാക്ഷരി ചക്ര പൂജ കൊണ്ട് പൊന്നൊളി, പ്രേമ ഒളി നമ്മിൽ തെളിഞ്ഞു പ്രകാശിക്കും. പ്രേമത്തിൻ്റെ, മഹാപ്രേമത്തിൻ്റെ അൻപേ ശിവം എന്ന അവസ്ഥ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ആ പ്രേമത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ മഹാ ഒളി നമ്മിൽ പ്രകാശിക്കും. അപ്പോൾ നമ്മിൽ പ്രകാശിക്കുന്ന ഒളി ഏതാണ്?
പ്രേമമെന്ന ആ ഒളിയാണ്. അത് മുക്തിപ്രഭൻ ശിവൻ്റെ കാരുണ്യവും ഭവിക്കും. ഇത് മുക്തിപ്രഭനായ ശിവൻ്റെ പ്രേമ ഒളിയാണ്. അപ്പോൾ നവാക്ഷരി ചക്ര പൂജ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? നാം തന്നെ പ്രകാശമായിത്തീരും. എന്തിൻ്റെ പ്രകാശം? പ്രേമപ്രകാശമായിത്തീരും, ശിവപ്രകാശമായിത്തീരും. അതാണ് ഇവിടെ പറയുന്നത്. ശിവപ്രകാശം എന്ന് വെച്ചാൽ അൻപേ ശിവം. ശിവമായി തന്നെ പ്രേമശിവനായി നമ്മൾ ഭവിക്കും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നവാക്ഷരി ചക്ര പൂജ കൊണ്ട് നാം പ്രേമശിവനായി മാറും. ഇതിൽ പരം വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല. അങ്ങനെ ശിവൻ്റെ പ്രേമരൂപമായിട്ട് ഈ സാധകൻ മാറും. പ്രേമം തന്നെയായിട്ട് പ്രേമത്തിൻ്റെ പ്രകാശമായി ജ്വലിച്ചു നിൽക്കും. ഈ പ്രകാശം കാണുന്നവർക്കും അനുഭവിക്കുന്നവർക്കും അടുത്ത് നിൽക്കുന്നവർക്കും എല്ലാം തന്നെ ആ ശിവപ്രകാശത്തിലേക്ക്, പ്രേമപ്രകാശത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. ഇവിടെയാണ് നാം ഭഗവാൻ സത്യസായി ബാബയെ ഓർക്കുന്നത്. സത്യസായി ബാബയുടെ പ്രധാനപ്പെട്ട ദർശനങ്ങളിലൊന്നും ഈ പ്രേമപ്രകാശമാണ്. ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റേതുണ്ട്, സത്യോപനിഷത്ത് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇതിൽ ഭഗവാനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഭഗവാൻ, ഞങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ആരാധിക്കേണ്ടത്? എങ്ങനെയാണ് ഞങ്ങൾ സേവിക്കേണ്ടത്? ഞങ്ങൾക്ക് ഇത് തീരുമാനിക്കാനുള്ള കഴിവില്ല, വഴി അരുളിയാലും സ്വാമി എന്ന് ഭക്തന്മാർ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം ഭഗവാൻ സത്യസായി ബാബ പറയുന്നത് ഈ തിരുമന്ദിരത്തിലെ ആ പ്രേമ ഒളി തന്നെയാണ്. നമുക്കത് കാണാം. ഇതാ നോക്കൂ ഭഗവാന്റെ വാക്കുകൾ. ഈശ്വരൻ നിങ്ങളുടെ സേവനം ആവശ്യപ്പെടുന്നില്ല. അവിടുന്ന് നിങ്ങൾ ആരാധനയും ആവശ്യപ്പെടുന്നില്ല. ഭഗവാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രം. അതേതാണ്? പ്രേമം. ഈ പ്രേമം നിങ്ങളുടെ സ്വത്തല്ല, പൂർവികർ സമ്പാദിച്ച സമ്പത്തുമല്ല, ആരും നിങ്ങൾക്കിത് സമ്മാനമായി നൽകിയതുമല്ല. ഇത് വാങ്ങുവാൻ പറ്റുന്നതോ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതോ അല്ല. ഇത് ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതുമല്ല. നിങ്ങൾ പ്രേമത്തോടൊപ്പമാണ് ഇവിടെ ജനിച്ചത്. അതാണ് ഭഗവാൻ പറയുന്ന സത്യം. നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളിൽ എന്തുണ്ട്? പ്രേമമുണ്ട്. പ്രേമവുമായിട്ടാണ് നിങ്ങൾ ജനിച്ചത്. പ്രേമത്തോടൊപ്പമാണ് നിങ്ങളിവിടെ ജനിച്ചത്. അത് ഭഗവാൻ നൽകിയ സമ്മാനമാണ്. അതുകൊണ്ട് പ്രേമം തിരിച്ചു കൊടുക്കേണ്ടത് ഭഗവാന് മാത്രം. അവിഛിന്നമായി ഈശ്വരനെ പ്രേമിച്ചുകൊണ്ട് അവിടെ നിന്ന് സമ്മാനിച്ച പ്രേമം തിരികെ കൊടുക്കുക. എങ്ങനെ തിരികെ കൊടുക്കാൻ പറ്റും? ഇതാ നോക്കൂ, എങ്ങനെയാണ് ഈശ്വരനെ പ്രേമിക്കുക? അതിനുള്ള ഏറ്റവും നല്ല വഴി എല്ലാവരെയും സ്നേഹിക്കുകയും സേവിക്കുകയുമാണ്. എല്ലാം അവിടെ നിന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകേണ്ടതും അവിടെ നിന്നാണ്. അതുകൊണ്ട് ഭഗവാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രേമം മാത്രം. ശുദ്ധമായ ഹൃദയം ഈശ്വരൻ്റെ ശ്രീകോവിലാണ്. നിഷ്കളങ്കമായ ഹൃദയം, കാലുഷ്യമില്ലാത്ത ഹൃദയം, കന്മഷമില്ലാത്ത ഹൃദയം ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ്. ഈശ്വരൻ്റെ ശ്രീകോവിലാണ് അങ്ങനെയുള്ള ഹൃദയം. ഇതാണ് ഭഗവാൻ സത്യസായി ബാബ ഒരു ചോദ്യത്തിനുത്തരമായി ഒരു ഭക്തന് നൽകിയ ദിവ്യമായ സത്യോപനിഷത്ത്. ഇതാണ് ഭഗവാൻ സത്യസായി ബാബ നൽകുന്ന ഏറ്റവും വലിയ സത്യോപനിഷത്തിൻ്റെ കാതലം. അത് ഈ തിരുമന്ത്രത്തിലെ ഒളിയാണ്. തിരുമന്ത്രത്തിൽ തിരുമൂലദേവൻ പറയുന്ന ഈ ഒളിയാണ്, ഈ പ്രേമ ഒളിയാണ്. അതെങ്ങനെ കിട്ടുന്നു? നവാക്ഷരി ചക്രപൂജ കൊണ്ട് കിട്ടും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതുണ്ട്. പക്ഷേ നവാക്ഷരി ചക്രപൂജ കൊണ്ട് ഈ കന്മഷങ്ങളെല്ലാം ഹൃദയത്തിൽ അകറ്റിക്കളയാൻ പറ്റും. അത്രമാത്രം ചെയ്താൽ മതി. നാം ജനിച്ചു വീഴുന്നത് ഈ പ്രേമ ഒളിയുമായിട്ടാണ്. പക്ഷേ
അതിൻ്റെ മേൽ ഒരുപാട് ആവരണങ്ങൾ, ഒരുപാട് മലങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. ഈ മാലിന്യങ്ങളെ മാറ്റുക മാത്രമാണ് ചെയ്താൽ മതി. ആ മാലിന്യങ്ങളെ എങ്ങനെ മാറ്റാൻ പറ്റും? ഇതേപോലുള്ള നിരന്തര സാധന കൊണ്ട് മാറ്റാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ലോകത്തെ സേവിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ മാലിന്യങ്ങളെ അകറ്റാൻ പറ്റും. അവിടെയാണ് നിഷ്കാമ കർമ്മത്തിൻ്റെ പ്രസക്തി. എന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ മേലെ പ്രേമ ഒളിയുടെ മേൽ പ്രേമ ഒളിയെ മറച്ചുകൊണ്ടിരിക്കുന്ന ഈ കന്മഷങ്ങൾ, ഈ ആവരണങ്ങൾ മാറ്റാൻ വേണ്ടി മാത്രമാണ് നാം കർമ്മം ചെയ്യുന്നത്, ലോകസേവ ചെയ്യുന്നത്. അത് ഏതിൽ അധിഷ്ഠിതമായിരിക്കണം? പ്രേമത്തിൽ, നിഷ്കാമ കർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നാം തന്നെ പ്രേമ ഒളിയായി മാറും. അപ്പോൾ എന്താണ്? സിദ്ധിക്കും ഈശ്വരൻ്റെ ദർശനം പൊന്നൊളിയായി പ്രേമ ഒളിയായിട്ട് ശിവൻ്റെ ദർശനം നമുക്ക് കിട്ടും. മുക്തിപ്രഭൻ ശിവൻ്റെ കാരുണ്യവും ഭവിക്കും. നാം ശിവൻ തന്നെയായി മാറും. ശുദ്ധിയോടെ ഈ നവാക്ഷരി ചക്രസേവ ചെയ്താൽ പൃഥ്വിയിൽ ജീവരാശി തന്നോടിണങ്ങി നിൽക്കും. അപ്പോൾ ജീവരാശികളിൽ മുഴുവൻ പ്രേമത്തെ നിറയ്ക്കുവാൻ വേണ്ടി അല്ലയോ സാധക, നീ ഈ നവാക്ഷരി പൂജ ചെയ്യുക എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ സത്യസായി ബാബ സത്യോപനിഷത്തിൽ പറയുന്ന പ്രേമവും ഇത് തന്നെയാണ്. ഈശ്വരൻ നമ്മെ ജനിപ്പിച്ചപ്പോൾ തന്നെ നമ്മിൽ പ്രേമത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജനിപ്പിച്ചത്. പക്ഷെ ആ പ്രേമം മറഞ്ഞു കിടക്കുന്നു. ആ മറഞ്ഞു കിടക്കുന്ന പ്രേമത്തെ, ലോകത്തെ പ്രേമിച്ചുകൊണ്ട് നമുക്ക് ആ മാലിന്യങ്ങളെ കഴുകിക്കളയാൻ കഴിയും എന്നാണ് തിരുമൂലദേവനും ഭഗവാൻ സത്യസായി ബാബയും നമ്മളോട് പറയുന്നത്. അപ്പോൾ സത്യോപനിഷത്ത് എന്ന് പറയുന്ന ഈ ഭഗവത് ദർശനം മുഴുവനും ഉള്ളടക്കം ചെയ്താൽ അത് ഒറ്റ വാക്കിൽ നിർവചിക്കാം. അത് പ്രേമ ഒളിയാണ്, പ്രേമപ്രകാശമാണ്, പ്രേമശിവം ആണ്. ആ പ്രേമശിവത്തെയാണ് നാം അൻപേ ശിവം എന്ന് വിളിക്കുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.